ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ ചാർജിംഗ് പ്രശ്നങ്ങൾ ഇനിയൊരു പ്രശ്നമല്ല. ഇതിനുള്ള പ്രതിവിധിയുമായി തൃക്കരിപ്പൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ വിദ്യാർത്ഥിയായ എം ഇർഷാദ് സോളാർ ഇലക്ട്രിക് സ്കൂട്ടർ എന്ന പുതിയ മാതൃക നിർമ്മിച്ച് പുറത്തിറക്കി. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ക്രൂയിസ് സ്കെയിൽ 14, നമ്പർ 1 ലക്ഷറി ഹൗസ് ബോട്ട് ഇൻ മലബാർ, കോട്ടപ്പുറം, നീലേശ്വരം, കാസർഗോഡ്. ഫോൺ 9388880807 9447 550955. ചാർജ് തീർന്ന് വഴിയിൽ കിടക്കാത്ത ഇലക്ട്രിക് സ്കൂട്ടർ എന്നതാണ് ഇർഷാദിന്റെ ആശയം. ഇതിനായി സോളാർ പാനലോടുകൂടിയ ഇലക്ട്രിക് സ്കൂട്ടറാണ് ഈ വിദ്യാർത്ഥി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഓടിക്കൊണ്ടിരിക്കുമ്പോഴും പാർക്കിങ്ങിനുമെല്ലാം വാഹനം സ്വയം റീചാർജ് ആക്കുക കൂടി ചെയ്യുമെന്നതാണ് പ്രത്യേകത. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സുലഭമായി EV ബൈക്കുകൾ നിരത്തിൽ ഇറങ്ങാൻ തുടങ്ങി. അപ്പോൾ അതിനുള്ള പോരായ്മയാണ് ഇത് ചാർജിങ് സ്റ്റേഷനിലെ പരമാവധി കുറവ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ആശയത്തിൽ ഞാൻ ആദ്യം അതിനൊരു രൂപകൽപ്പന നൽകി. ഇപ്പോൾ നമുക്ക് EV ബൈക്കിൽ ബോഡി പാർട്സിൽ നമുക്ക് എങ്ങനെ സോളാർ ചെയ്തുകൂടാ. അപ്പം അതിലേക്കൂടെ നമുക്ക് നമ്മൾ വണ്ടി സഞ്ചരിക്കുന്നതിലൂടെ നമുക്ക് ബാറ്ററിയിലേക്ക് വൈദ്യുതി സ്റ്റോറേജ് ചെയ്യാൻ കഴിയും. അപ്പോൾ അതിൻ്റെ ഒരു രൂപകൽപ്പനയിൽ ഞാൻ ഉണ്ടാക്കിയൊരു മിനിയേച്ചർ ബൈസൈക്കിളാണിത്. സോളാർ യൂണിറ്റ്, ബാറ്ററി, മോട്ടോർ എന്നിവയാണ് ഇതിന്റെ പ്രധാന ഭാഗങ്ങൾ. ഇതോടൊപ്പം ആക്രിക്കടകൾ കയറിയിറക്കി തരപ്പെടുത്തിയ കുട്ടി സൈക്കിളുകളുടെ ഭാഗങ്ങൾ കൂടി കൂട്ടിച്ചേർത്താണ് വാഹനം നിർമ്മിച്ചത്. 2280 RPM സ്പീഡ് തരുന്ന 280 വാട്ട്സ് DC മോട്ടോറാണ് ഇർഷാദ് വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഒറ്റത്തവണ ഫുൾ ചാർജ് ചെയ്താൽ 15 കിലോമീറ്റർ സഞ്ചരിക്കും. സോളാർ ബാറ്ററി കപ്പാസിറ്റി വർദ്ധിപ്പിച്ചാൽ മികച്ച ഒരു ദൈനംദിന ഉപയോഗ വാഹനമായി വിപണിയിൽ എത്തിക്കാൻ സാധിക്കുമെന്ന് ഇർഷാദ് പറയുന്നു. നമുക്കൊരു 10-15 കിലോമീറ്റർ നമുക്ക് ഇത് ഉപയോഗിച്ച് സഞ്ചരിക്കാൻ കഴിയും. ഇതിന്റെ ബാറ്ററി അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു 100 കിലോമീറ്റർ 50 മുകളിൽ നമുക്ക് കിട്ടുന്നതാണ്. ഇതിപ്പോൾ ഞാൻ സോളാർ വഴി മാത്രമാണ് സപ്ലൈ ആക്കിയിട്ടുള്ളത്. ഇതിപ്പം നമുക്ക് വീട്ടിൽ നിന്ന് ചാർജ് ചെയ്യണമെങ്കിൽ അതിനുള്ള പോർട്ട് നമുക്ക് ഇതിന് കൊടുക്കാവുന്നതാണ്. നമ്മൾ ഇപ്പോൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്യുന്നുണ്ട്. ഇപ്പം സോളാറിന്റെ സെല്ല് നമുക്ക് കുറച്ചുകൂടി പവറുള്ള സെല്ലാക്കണം. ഇതിപ്പം ഒരു 8 വാട്ടിന്റെ പാനലാണ്. ഇതിപ്പം വലിയ വണ്ടിക്ക് ചെയ്യുമ്പോൾ അതിന് എഫിഷ്യൻസിയിലെ മോട്ടർ, അതിന് എഫിഷ്യൻസിയിലെ സോളാർ പാനൽ, അതൊക്കെ നമുക്ക് ഉണ്ടാക്കി മാനുഫാക്ചർ ചെയ്യേണ്ടതുണ്ട്. 8000 രൂപ ചെലവിലാണ് ഇർഷാദ് ഈ വാഹനം നിർമ്മിച്ചത്. ഇതിന്റെ നിർമ്മാണ മികവിൽ അധ്യാപകരും സന്തുഷ്ടരാണ്. സ്വന്തമായിട്ട് ചെയ്തതാണ്. അപ്പോൾ അതിന്റെ പെർഫെക്ഷൻ നമുക്ക് കണ്ടാൽ അറിയാം. ഇതുപോലെ ഒരുപാട് മിടുക്കരായ കുട്ടികൾ ഈ പോളിടെക്നിക്കിലുണ്ട്. അപ്പോൾ കുട്ടികളുടെ പഠനത്തോടൊപ്പം തന്നെ അവരുടെ സ്കിൽസും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പുതിയ പദ്ധതികൾ വന്നിട്ടുണ്ട്. ഒന്ന് IEDC, ഇന്നോവേഷൻ ആൻഡ് ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ, പിന്നെ IOC, ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ പഠനത്തോടൊപ്പം തന്നെ അവരുടെ ടെക്നിക്കൽ സ്കിൽസും കൂടി പ്രൊമോട്ട് ചെയ്യാമെന്നാണ്. അതായത് ക്യാമ്പസുകളിൽ നിന്ന് തന്നെ സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള നമ്മൾ ഫോക്കസ് ചെയ്യുന്നൊരു കാര്യം. ഇപ്പോൾ യങ് ഇന്നോവേറ്റീവ്സ് പ്രോഗ്രാം YIP 6.0 ഈ സോളാർ ബൈക്ക്, ഇർഷാദിൻ്റെ സോളാർ ബൈക്ക് നമ്മൾ അതിൽ അപ്ലോഡ് ചെയ്യുകയാണ്. തീർച്ചയായിട്ടും ഇതിന് നല്ല നല്ല പ്രോത്സാഹനങ്ങൾ പല ഭാഗത്തു നിന്ന് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കാലത്ത് ഇലക്ട്രിക് വെഹിക്കിളിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയും ധാരാളം പുതിയ പ്രോഡക്ട്സ് രംഗത്ത് വരികയും ചെയ്യുന്ന സമയത്ത് ഇർഷാദ് സ്വന്തമായി രൂപകൽപ്പന ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ പ്രാധാന്യം. ഇന്ന് മാത്രമല്ല, ഒരു വർക്കിംഗ് മോഡൽ എന്നുള്ളതിലുപരി അതിൻ്റെ ഒരു വർക്ക്മാൻഷിപ്പിൽ വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു ഫൈനൽ കമ്പനി പ്രോഡക്റ്റ് എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് കാണാവുന്ന ഒരു ഫിനിഷിംഗ് ആ വർക്കിനുണ്ട് എന്നുള്ളത് കാര്യമാണ്. കണ്ണൂർ കുഞ്ഞിമംഗലം സ്വദേശിയായ ഇർഷാദ് തൃക്കരിപ്പൂർ EK നായനാർ മെമ്മോറിയൽ പോളിടെക്നിക് കോളേജിലെ 3ാം വർഷ ഇലക്ട്രോണിക്സ് വിദ്യാർത്ഥിയാണ്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.